സുഹൃത്തുക്കളെ, നാം അഹ്ലുബൈത്തിനെ ഒക്കെയും സ്നേഹിക്കണേ, അത് വാജിബാ നമുക്കൊക്കെയും. ബഗവി ഇമാം ഇത് വ്യക്തമായി പറയുന്നതാ, തനിക്കുള്ള തഫ്സീറിൽ മഹാൻ വിവരിച്ചതാ. ഒരു ദിവസം അവരോടുള്ള ഹുബ്ബിന് തുല്യത ഒരു വർഷമുള്ള ഇബാദത്തും നിൽക്കാത്തതാ എന്ന് ഇബ്നു മസ്ഊദ് എന്നവർ പറയുന്നതാ. അത് മുസ്തഫ നബി തങ്ങളിൽ നിന്നുള്ളതാ. ഇത് റശ്ഫത്തു സ്വാദീനി നോക്കതിലുള്ളതാ. 44-ാം പേജ് അതിൽ കാണുന്നതാ. സ്നേഹിച്ചു വന്നാൽ നബിയെയും കുടുംബങ്ങളെ, സൂക്ഷിക്കുമേഴു സ്ഥലങ്ങളിൽ ദുരിതങ്ങളെ, മൗത്തും ഖബർ നസ്റും കിതാബും, പിന്നെ മീസാൻ ഹിസാബ് സിറാത്ത് ഇതേഴും തന്നെ. ഫിർദൗസിലുണ്ടിത് ദൈലമി വിവരിച്ചതാ. 44 റശ്ഫത്തിലും കാണുന്നതാ. അവരോട് സ്നേഹിക്കുന്ന അവസ്ഥയിലാണ്, കാലിൻ്റെ ഉറപ്പ് സിറാത്തിലും എന്നാണ്. തിരുമുസ്തഫ നബി തങ്ങളിൽ നിന്നുള്ളതാ. അത് ദൈലമി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. അവർക്കുള്ള ഹക്കറിയാതെ വന്നാൽ പിന്നെ നിനക്കുള്ള അമലിൻ്റെന്തു ഫലമാ പൊന്നേ. ഫലമൊന്നുമില്ലെന്നും ഹദീസിൽ വന്നതാ. ഇത് ഔസത്തിൽ ത്വബറാനി ഉദ്ധരിക്കുന്നതാ. അവരോട് ഹുബ്ബില്ലാത്ത കൽബിലൊരിക്കലും ഈമാനുമില്ലെന്നാണ് തിരുവചനത്തിലും. അത് ഹാക്കിമെന്നവരാൽ റിവായത്തുള്ളതാ. അതുപോലെ തന്നെ നസായിയും പങ്കുള്ളതാ. നുബുവ്വത്തിൻ്റെ പ്രകാശമാണവരൊക്കെയും. അത് മങ്ങിയാൽ കൂരിരുളിലാ നാമൊക്കെയും. അവരമ്പരത്തിൽ കൗകബൻ സയ്യാറ, അത് ഭൂമിയിൽ വസിക്കുന്നവർ കൻവാറ. അവരഷ്റഫുൽ ഖൽഖിൻ്റെ സ്വന്തം രക്തമാ, അതിൽ നിന്ന് പൊട്ടിവിടർന്ന മുത്തും രത്നമാ. ചെലവാക്കിയാൽ തീരാത്തവൻ നിധിയാണ്, മായാത്ത നക്ഷത്രങ്ങളും അവരാണ്. ജഡമിൻ്റെ തലയവരാണ് നമ്മൾക്കൊക്കെയും, തലക്കുള്ള കണ്ണും അവർ തന്നാ പിന്നെയും. ഖുർആൻ സ്തുതിച്ചതു തൻ്റെ ശ്രേഷ്ഠത പോരെയോ, അഹ്സാബ് സൂറത്തോത് നോക്കതിലുള്ളതോ അതിലില്ലയോ. സ്തുതിക്കാത്ത മെമ്പർ ലോകത്തിന്നെവിടുണ്ട്, പറയാത്ത നിസ്കാരങ്ങളേതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഏവനും അറിയേണ്ടതാ, റബ്ബിനെ അറിഞ്ഞാൽ അവരെയും അറിയുന്നതാ. ആപത്തു സമയം നൂഹ് നബിയുടെ കപ്പല, ഇവരൊക്കെയും എന്നും ഹദീസിൽ ഹുസ്സില. അവർക്കുള്ള മണം കൊണ്ടും ഗുണം നമുക്കുണ്ട്, കുഷ്ഠം ഒഴിഞ്ഞടുക്കാതെ പോകുന്നുണ്ട്. ഇത് റശ്ഫത്തു സ്വാദീനി നോക്കതിലുള്ളതാ. 94 അതിൽ വ്യക്തമായി പറയുന്നതാ. റബ്ബിൻ്റെ റൈഹാൻ ഭൂമിയിൽ അവരാണ്. ഈസബ്നു ഹജ്ജാജ് എന്നവർ ഖൗലാണ്. നാം സേവനം ചെയ്യേണ്ടതാണങ്ങോട്ട്, അതബുള്ളതല്ലതു തേടലും ഇങ്ങോട്ട്. ഷെയ്ഖുൽ മശായിഖ് തന്നെ, എന്നാലും അത് അനുയോജ്യമല്ലെന്നാണ് നിയമം ഉള്ളത്. പുരുഷന് പുരുഷൻ സാമ്യമായി വരുമെങ്കിലും സാദാത്തിനോടൊരു സാമ്യമില്ല ഒരിക്കലും. കല്ലൊക്കെയും കല്ലെന്ന് നാം ധരിക്കുന്നതാ, യാഖൂത്ത് കല്ലാണെങ്കിലും സീറ്റുള്ളതാ. വിവരം അവർക്കില്ലാതിരുന്നാൽ തന്നെയും വിവരസ്ഥനേക്കാൾ സീറ്റവർക്കാ പിന്നെയും. ബുദ്ധിക്കുലവലില്ലെങ്കിലും അവർക്കുള്ളത് കുറയുന്ന ശ്രേഷ്ഠതയല്ല പണ്ഡിതനില്ലിത്. ഇത് റശ്ഫത്തിൽ ഷറാനിയിൽ നിന്നുള്ളതാ. 111-ാമതിൽ കാണുന്നതാ.